ലൈഫിൽ ചില ബാഡ് ഹാബിറ്റ്സ് മാറ്റിയെടുക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും ഓരോ തവണയും പരാജയപ്പെട്ടു പോകുന്ന ആ അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അത് ലഹരി ഉപയോഗമാകാം, അമിതവണ്ണമാകാം, അല്ലെങ്കിൽ എല്ലാം നാളത്തേക്ക് മാറ്റിവെക്കുന്ന ആ മടി അഥവാ പ്രോക്രാസ്റ്റിനേഷൻ ആകാം. ഒരു ആവേശത്തിൽ നമ്മൾ പുതിയ തീരുമാനങ്ങൾ എടുക്കും, പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതെല്ലാം പഴയപടിയാകും. ഈ ഒരു സർക്കിളിൽ നിങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് കഴിവില്ല എന്നല്ല, മറിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം തെറ്റാണെന്നാണ്. ഇന്ന് നമുക്ക് ക്രിസ്റ്റഫർ എന്ന ഒരാളുടെ കഥയിലൂടെ മാറ്റത്തിന് വേണ്ടി ജാപ്പനീസ് യൂസ് ചെയ്യുന്ന 5 ജാപ്പനീസ് ഫിലോസഫീസ് നമുക്ക് നോക്കാം. ക്രിസ്റ്റഫർ ഒരു 40 വയസ്സുകാരനായിരുന്നു. ഭാരം 120 കിലോ. രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തളർന്ന് തിരിച്ചെത്തുന്ന ഒരു സാധാരണ മനുഷ്യൻ. തന്റെ കഠിനാധ്വാനത്തിന് പകരമായി അയാൾ സ്വയം നൽകിയ റിവാർഡ് അൺഹെൽത്തിയായ ഭക്ഷണശീലങ്ങളായിരുന്നു. ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു അയാൾക്ക്. ശരീരം ചില വാർണിംഗ് സൈൻസ് നൽകി തുടങ്ങിയിരുന്നു. പടികൾ കയറുമ്പോൾ കിതയ്ക്കുക, ഷൂലേസ് കെട്ടാൻ പോലും ബുദ്ധിമുട്ടുക, ഇതൊന്നും അയാളെ മാറ്റിയില്ല. എന്നാൽ അയാളെ ശരിക്കും തകർത്തത് മറ്റൊന്നായിരുന്നു. തന്റെ 7 വയസ്സുകാരിയായ മകൾ അച്ഛനോട് കളിക്കാൻ കൂടെ വരാൻ പറയുന്നത് നിർത്തി. കാരണം അച്ഛൻ അതിന് കഴിയില്ല എന്ന് ആ കുഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. ഒടുവിൽ ഒരു ദിവസം ഗ്രൗണ്ടിൽ വീണുപോയ ഒരു പന്ത് എടുക്കാൻ കുനിഞ്ഞ ക്രിസ്റ്റഫറിനെ പിന്നീട് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം ശരീരഭാഗം ഉയർത്താൻ അയാളുടെ കാലുകൾക്ക് കരുത്തില്ലായിരുന്നു. അയൽക്കാരന്റെ സഹായത്തോടെ എഴുന്നേൽക്കേണ്ടി വന്ന ആ നിമിഷം അയാൾ ഒരു സത്യം തിരിച്ചറിഞ്ഞു. താൻ തന്റെ കുടുംബത്തിന് ഒരു തണലല്ല, ഭാരമായി മാറുകയാണെന്ന്. പിന്നീട് ക്രിസ്റ്റഫർ ഒരു ഡോക്ടറെ കാണുകയും ഡോക്ടറോട് പെട്ടെന്ന് വണ്ണം കുറയ്ക്കണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നീ 40 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ലൈഫ് സ്റ്റൈൽ 40 ദിവസം കൊണ്ട് മാറ്റാം എന്ന് കരുതുന്നത് പ്രായോഗികമല്ല എന്നാണ്. നമ്മുടെ മസ്തിഷ്കം വലിയ മാറ്റങ്ങളെ ഒരു ഭീഷണിയായി മാത്രമേ കാണൂ. അതുകൊണ്ടാണ് വലിയ തീരുമാനങ്ങൾ പെട്ടെന്ന് പരാജയപ്പെടുന്നത്. ഡോക്ടർ അയാൾക്ക് നൽകിയത് ലോകത്തിലെ ഏറ്റവും സിമ്പിളായ ഒരു ടാസ്ക് ആയിരുന്നു. നാളെ മുതൽ ഉണരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അത്രമാത്രം. ക്രിസ്റ്റഫർ ഇത് കേട്ട് ചിരിച്ചു. പക്ഷെ ഡോക്ടർ പറഞ്ഞത്, ഈ വെള്ളം നിന്റെ വണ്ണം കുറയ്ക്കില്ല, പക്ഷെ നിനക്ക് നിന്നോട് തന്നെ ചെയ്ത ഒരു പ്രോമിസ് പാലിക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിക്കും. ആ എവിഡൻസ് ആണ് നിനക്ക് ആദ്യം വേണ്ടത് എന്നാണ്. ഇവിടെയാണ് കൈസൻ എന്ന ഫിലോസഫിയുടെ പ്രസക്തി. വലിയ ലക്ഷ്യങ്ങൾക്ക് പകരം വളരെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഓരോ ദിവസവും വെറും 1% മാത്രം മെച്ചപ്പെടാൻ ശ്രമിക്കുക. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിലും വലിയ പുരോഗതി നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അടുത്തതാണ് ഹര ഹച്ചിപു. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ശീലങ്ങളുടെ കാര്യത്തിലായാലും ഹര ഹച്ചിപു എന്ന തത്വം ഓർക്കുക. നിങ്ങളുടെ വയറിന്റെ 80% മാത്രം നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കുക. അമിതമായി വാരി കഴിക്കുന്നതിന് പകരം പകുതി കഴിച്ച ശേഷം ഒരു 20 മിനിറ്റ് ഗ്യാപ്പ് നൽകുക. നിങ്ങളുടെ ബോഡിക്ക് കൃത്യമായ സിഗ്നലുകൾ തലച്ചോറിൽ എത്തിക്കാൻ ഈ സമയം ആവശ്യമാണ്. ഈ സ്വയം നിയന്ത്രണം നിങ്ങളുടെ വിൽ പവർ വർദ്ധിപ്പിക്കും. അടുത്ത ഫിലോസഫിയാണ് ഇക്കിഗായ്. ഏത് കഠിനമായ യാത്രയിലും നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. അതാണ് ഇക്കിഗായ്. ആഴത്തിലുള്ള ഒരു റീസൺ കണ്ടെത്തുക. ഒരു വ്യക്തമായ പർപ്പസ് ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അടുത്തതാണ് വാബി സാബി ആൻഡ് ഗംബാരു. മാറ്റത്തിനിടയിൽ നിങ്ങൾ ചിലപ്പോൾ വീണു പോയേക്കാം. ഒരു ദിവസം പ്ലാൻ തെറ്റിയാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതി പിന്മാറരുത്. അതാണ് വാബി സാബി. പരാജയങ്ങളും കുറവുകളും യാത്രയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഒരു ദിവസത്തെ തെറ്റ് നിങ്ങളുടെ മൊത്തം പ്രയത്നത്തെ ഇല്ലാതാക്കുന്നില്ല. അവിടെ പതറാതെ നിൽക്കുന്നതിനെയാണ് ഗംബാരു എന്ന് വിളിക്കുന്നത്. വീണെടുത്തു നിന്ന് തന്നെ എഴുന്നേറ്റ് വീണ്ടും നടക്കുക. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി ആയി മാറുന്ന ഒരു ദിവസമുണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിൽ പവറിന്റെ ആവശ്യമൊന്നും വരില്ല. വലിയ മാറ്റങ്ങളെ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു ഭീഷണിയായിട്ടാണ് കാണുക. എന്നാൽ ഇത്തരം ചെറിയ മാറ്റങ്ങൾ അത് എതിർക്കില്ല. പ്രശ്നം അറിവില്ലായ്മയല്ല, പ്രവർത്തിക്കാത്തതാണ്. ഇന്ന് തന്നെ ഏറ്റവും ചെറിയൊരു മാറ്റം തിരഞ്ഞെടുക്കുക. അതൊരു ഗ്ലാസ് വെള്ളമാകാം, അല്ലെങ്കിൽ 5 മിനിറ്റ് നടത്തമാകാം. 14 ദിവസം അത് മുടങ്ങാതെ ചെയ്യുക. ആ ചെറിയ പ്രോമിസ് പാലിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല. താങ്ക് യു.